ഓം ശ്രീമാത്രേ നമഃ. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം എങ്ങനെ അക്ഷരസ്ഫുടതയോടുകൂടി സ്ഥൂലാർത്ഥം മനസ്സിലാക്കി ജപിക്കാം എന്ന ഈ പാഠ്യപദ്ധതിയിൽ 275 മുതൽ 280 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് 281 മുതൽ 288 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 281 നാമമന്ത്രം ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. ഈ നാമമന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രാവസാനം ഓ ചോ എന്ന് ചേർത്തിട്ടുണ്ട്. ഈ നാമമന്ത്രത്തെ നമുക്കൊന്ന് റിവേഴ്സിൽ പദം പിരിച്ചു നോക്കാം. ആവലി. ആവലി കഴിഞ്ഞ് അവിടെ വിസർഗമുണ്ട്. വിസർഗം വിടലായിട്ട് ഉച്ചരിക്കേണ്ടതാണ്. വിസർഗം എന്നത് ഒരു സംസ്കൃത വിഭക്തി നിയമമാണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിസർഗം ഒഴിവാക്കി നമുക്ക് ജപിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ആവലി, പിന്നെ ഭുവനാവലി, വിപന്ന ഭുവനാവലി, ഉത്പന്ന വിപന്ന ഭുവനാവലി, നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി, ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. ഇതിൽ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉന്മേഷ, അവിടെ പ്രശ്നമില്ല. പിന്നെ നിമിഷോത്പന്ന, ഇവിടെ നിമിഷോത്പന്ന എന്ന് വരണം. അതുകൊണ്ട് തന്നെ നിമിഷോ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് മുകളിൽ ഊ ചേർത്തിട്ടുണ്ട്. ഉന്മേഷ നിമിഷോത്പന്ന. അപ്പം മാത്രമേ എന്താണ് വശിന്യാദി വാഗ്ദേവതമാർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉത്പന്ന വിപന്ന ഭുവനാവലി എന്ന് ഉച്ചരിക്കരുത്. ഭുവനാവലിയാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഭുവന കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ ചേർത്തിട്ടുണ്ട്. ഭുവനാവലി എന്ന് ജപിക്കുക. വിസർഗം ചേർത്ത് ഒരുമിച്ച് ജപിക്കുക. ഇവിടെ മന്ത്രാർത്ഥം ഉന്മേഷം. ഉന്മേഷം എന്നാൽ കൺ തുറക്കൽ. നിമിഷം എന്നാൽ കണ്ണടക്കൽ. ഉത്പന്നം എന്നാൽ ഉണ്ടാകുക. വിപന്നം എന്നാൽ നശിക്കുക. ഭുവനം എന്നാൽ ബ്രഹ്മാണ്ടം. ആവലി എന്നാൽ കൂട്ടം. അപ്പോൾ അമ്മ കൺ തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും ബ്രഹ്മാണ്ടങ്ങളുടെ ഉത്പന്നവും, അത് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുകയും പിന്നെ വിപന്നം നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ ആവലിയോടുകൂടി, കൂട്ടത്തോടു കൂടിയ ആ അമ്മയ്ക്ക് നമസ്കാരം. അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെയൊക്കെ ചിന്തകൾക്കൊക്കെ എത്രയോ അതീതമായ ഒരു കാര്യമാണ്. പക്ഷേ ഇതിനു മുന്നേ നമ്മൾ കണ്ടതാണ്, കോടി കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നും അവിടെ കോടി കോടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുണ്ടെന്നും ആ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊക്കെ അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്നും അവസാനം അമ്മ തന്നെ അവരെ തന്നിൽ ലയിപ്പിച്ച് ആ തിരോധാനകരിയായി തീരുന്നു എന്നും നമ്മൾ കണ്ടതാണ്. അപ്പം അത് തന്നെയാണ് ഇവിടെ. അപ്പം ഇത് ഈ രണ്ട് നാമമന്ത്രങ്ങളും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. 282 നാമമന്ത്രം സഹസ്രശീർഷവദന. വദന ശീർഷവദന, സഹസ്രശീർഷവദന. ഇവിടെ ശീർഷ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ചൊല്ലിയത് ശീർഷ എന്നാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പൊതുവെ ആചാര്യന്മാരും ഗുരുക്കന്മാരും സംസ്കൃത പണ്ഡിതന്മാരും ഒക്കെ ശീർഷം എന്നുള്ളതിന് ശീർഷം, വർഷം എന്നുള്ളതിന് വരിഷം, പ്രഹർഷം എന്നുള്ളതിന് പ്രഹരിഷം, വർഷിണി എന്നുള്ളതിന് വരിഷിണി, ഇങ്ങനെയാണ് ചൊല്ലാറുള്ളത്. അപ്പോൾ ഞാൻ ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിച്ചത് സംസ്കൃത പണ്ഡിതനായ ഒരു ഗുരുനാഥൻ്റെ കീഴിലായതുകൊണ്ട് ഇങ്ങനെയാണ് പഠിച്ചത്. ഇനി നിങ്ങൾ ശീർഷം എന്ന് ചൊല്ലിയാലും തെറ്റില്ല, ശീർഷം എന്ന് ചൊല്ലിയാലും തെറ്റില്ല, രണ്ടും ശരിയാണ്. അപ്പോൾ സഹസ്രശീർഷ വദന എന്ന് നീട്ടിയിട്ട് ജപിക്കേണ്ടതാണ്. വദന ദായാണ് അവിടെ, അത് ശ്രദ്ധിക്കണം. വധന എന്ന് ഉച്ചരിക്കരുത്. അതുപോലെ വതന എന്നും ഉച്ചരിക്കരുത്. അപ്പം സഹസ്രം എന്നാൽ 1000 എന്നതിനേക്കാൾ ഉപരി എണ്ണിപ്പറയാനാകാത്തത്, അനന്തമായത് എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ സഹസ്രക്കണക്കായ ശീർഷം എന്നാൽ ശിരസ്സുകളും വദനങ്ങളും ഉള്ളവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ കോടി കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നും അവിടെ കോടി കോടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുണ്ടെന്നും അവിടെ ഒരുപാട് കോടി കോടി ജീവജാലങ്ങളുണ്ടെന്നും അവരെല്ലാവരിലും ഉള്ളത് അമ്മയുടെ തന്നെ
ചൈതന്യമാണുള്ളത് കൊണ്ടും എല്ലാ ശീർഷങ്ങളും എല്ലാ ശിരസ്സുകളും വദനങ്ങളും ദേവിയുടെ തന്നെ ശീർഷങ്ങളും വദനങ്ങളുമായി കണക്കാക്കാം എന്നാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഡോക്ടർ BC ബാലകൃഷ്ണൻ സാറിൻ്റെ ദേവി മഹാത്മ്യ പുസ്തകത്തിൽ അതിൽ 11-ാം അധ്യായത്തിലൊരു പാഠഭേദം കൊടുത്തിട്ടുണ്ട്. ആ വരി കൂടി ഞാനിവിടെ ചൊല്ലാം. നാരായണീ സ്തുതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സർവതഃ പാണിചരണേ സർവതോക്ഷിശിരോമുഖേ സർവതഃ ശ്രവണഘ്രാണേ നാരായണി നമോസ്തുതേ. അതായത് എല്ലായിടത്തും പാണി കൈകളും ചരണങ്ങളും, അക്ഷി കണ്ണുകൾ, ശിരസ് മുഖം, പിന്നെ ശ്രവണം ചെവികൾ, ഘ്രാണം മൂക്ക് ഉള്ള നാരായണിയെ സ്തുതിക്കുന്നു എന്ന് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. 253-ാമത്തെ നാമമന്ത്രം സഹസ്രാക്ഷി. പദം പിരിക്കുമ്പോൾ അക്ഷി സഹസ്രാക്ഷി. അവിടെ കീഷ എന്നൊന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണിപ്പറയാനാകാത്തത് സഹസ്രം എന്നതിന് നമ്മൾ നേരത്തെ ഒരു അർത്ഥം കണ്ടതാണ്. അപ്പോൾ അത്രയും എണ്ണിപ്പറയാനാകാത്ത അത്രയും കണ്ണുകൾ ഉള്ളവൾ എന്ന് ഒരർത്ഥം. അതല്ലാതെ എല്ലാം കാണുന്നവൾ, സർവസാക്ഷിണി എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. ദേവിപുരം വിശാഖപട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ദേവിപുരം എന്നൊരു ഗ്രാമത്തിലെത്താം. അവിടെ ശ്രീചക്രത്തിൻ്റെ ആകൃതിയിൽ ഒരു ക്ഷേത്രമുണ്ട്. ഒരുപാട് തവണ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. അവിടെയുള്ള സങ്കല്പം ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി സഹസ്രാക്ഷി എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അപ്പോൾ കഴിയുന്നവർ അവിടെ പോകുക. എന്തായാലും ദേവി ഉപാസകർ തീർച്ചയായും പോകേണ്ട ഒരു ക്ഷേത്രമാണത്. ഇനി 254-ാമത്തെ നാമമന്ത്രം സഹസ്രപാദ്. അസംഖ്യം പാദങ്ങളോട് കൂടിയവൾ. അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ സഹസ്രശീർഷവദന എന്നുള്ള ആ നാമമന്ത്രത്തിൻ്റെ അർത്ഥം, അതിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അമ്മയുടെ തന്നെ ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മ സഹസ്ര ശീർഷവദനയാണ്, പിന്നെ സഹസ്രാക്ഷിയാണ്. അതുപോലെ തന്നെ അമ്മ സഹസ്രപാദ്, 1000 പാദങ്ങളോട്, അസംഖ്യം പാദങ്ങളോട് കൂടിയവളാണ് എന്നുകൂടി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. 255 ആ ബ്രഹ്മകീടജനനീ. പദം പിരിക്കുമ്പോൾ ജനനീ കീടജനനീ ആ ബ്രഹ്മകീടജനനീ. ഇവിടെ ആ ബ്രഹ്മകീടജനനീ എന്ന് ജപിക്കരുത്. അങ്ങനെ ജപിച്ചാൽ തെറ്റിപ്പോകും. ഇവിടെ ആ ബ്രഹ്മം, ആബാലവൃദ്ധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആബാലവൃദ്ധം എന്നാൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. അതുപോലെ തന്നെയാണ് ഇവിടെ ആ ബ്രഹ്മം എന്നാൽ ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെ. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രഹ്മം എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ജപിക്കുമ്പോൾ ബ്രഹ്മം എന്ന് വരണം. ആ ബ്രഹ്മ കീട്ടമാണ് ഇവിടെ. ട, പാഠം അല്ലെങ്കിൽ പടം എന്നുള്ള ടായാണ് ഇവിടെ. ആ ബ്രഹ്മ കീട ജനനീ എന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക. അപ്പോൾ ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെയുള്ള എല്ലാറ്റിനും ജനനിയായവൾ, അതാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി 256-ാമത്തെ നാമമന്ത്രം വർണ്ണാശ്രമവിധായിനി. പദം പിരിക്കുമ്പോൾ വിധായിനി, വർണ്ണാശ്രമവിധായിനി. ചൊല്ലുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത് വർണ്ണാശ്രമവിധായിനി എന്ന് ചൊല്ലരുത്. അതുകൊണ്ട് തന്നെ വർണ്ണ എന്ന് കഴിഞ്ഞ് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. വർണ്ണാശ്രമവിധായിനി എന്ന് ജപിക്കുക. ഇവിടെ വർ കഴിഞ്ഞിട്ട് ണ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. വർണ്ണാശ്രമം അങ്ങനെ തന്നെ ഉച്ചരിക്കുക. പിന്നെ വിധായിനി ധ ശ്രദ്ധിക്കണം. വർണ്ണാശ്രമ ധർമ്മങ്ങളെ വിധിച്ചവൾ എന്നാണ് ഇവിടെ അർത്ഥം. വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇതാണ് വർണ്ണങ്ങൾ. ഇനി ആശ്രമങ്ങൾ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, ഭിക്ഷു, ഇതാണ് ആശ്രമങ്ങൾ. അപ്പോൾ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും അതിനെ വിധിച്ചവൾ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു അമ്മ ആ ബ്രഹ്മകീട ജനനിയാണെന്ന്.
സർവ്വജീവജാലങ്ങൾക്കും, ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെയുള്ള സർവ്വജീവജാലങ്ങൾക്കും അമ്മ. അപ്പോൾ ആ ജീവികൾ എന്നുദ്ദേശിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ നീതിബോധത്തോടു കൂടി ജീവിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് അമ്മ വർണ്ണങ്ങളും ആശ്രമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ വർണ്ണാശ്രമ വിധായിനിയാണ്. ഇനി 287 നാമമന്ത്രം. നിജാജ്ഞാരൂപ നിഗമ. പദം പിരിക്കുമ്പോൾ നിഗമ, ആജ്ഞാരൂപ നിഗമ, നിജാജ്ഞാരൂപ നിഗമ. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത് നിജാജ്ഞാരൂപ നിഗമ എന്ന് ചൊല്ലിപ്പോകരുത്. നിജ ആജ്ഞയാണ് ഇവിടെ. അപ്പൊ നിജ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിക്കുക. നിജാജ്ഞാരൂപ നിഗമ എന്ന് നീട്ടിയിട്ട് ജപിക്കേണ്ടതാണ്. അപ്പോൾ നിജം എന്നാൽ തൻ്റേത്, ആജ്ഞാരൂപങ്ങളായത്, തൻ്റെ തന്നെ ആജ്ഞയാൽ രൂപപ്പെട്ട നിഗമങ്ങൾ. നിഗമങ്ങൾ എന്നാൽ വേദങ്ങൾ. 4 വേദങ്ങളെ കുറിച്ച് നമ്മൾക്കറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഈ 4 വേദങ്ങളും അമ്മയുടെ ആജ്ഞ കൊണ്ട് ഉണ്ടായതാണ് എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മകീടജനനിയായ അമ്മ മനുഷ്യന്മാർക്കായിട്ട് വർണ്ണങ്ങളും ആശ്രമങ്ങളും ഉണ്ടാക്കി. പിന്നെ അതിനുശേഷം മനുഷ്യർക്ക് ധർമാനുസൃതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി വേദങ്ങളുണ്ടാക്കി. അതിനുശേഷം 288 നാമമന്ത്രത്തിൽ പറയുന്നു, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും പുണ്യപാപങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അവർക്കതിനനുസരിച്ചിട്ടുള്ള കർമ്മഫലം അമ്മ നൽകുന്നു. അതുകൊണ്ട് തന്നെ അമ്മ പുണ്യ ഫലപ്രദ. അപ്പോൾ പദം പിരിക്കുമ്പോൾ ഫലപ്രദ, അപുണ്യ ഫലപ്രദ, പുണ്യ ഫലപ്രദ. ഇവിടെ തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു നാമമന്ത്രമാണിത്. പുണ്യ ഫലപ്രദ എന്നാണ് മിക്ക ആളുകളും ചൊല്ലാറുള്ളത്. ഇവിടെ പുണ്യവും അപുണ്യവുമാണ്. അപുണ്യം എന്നാൽ പാപം. പുണ്യ ഫലപ്രദ എന്ന് ജപിക്കേണ്ടതാണ്. പുണ്യ കഴിഞ്ഞിട്ട് പദം പിരിച്ച് മുകളിൽ ആ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുണ്യ ഫലം, ഫലപ്രദ എന്ന് ഉച്ചരിക്കരുത്. ഫ എന്നുള്ളൊരു അക്ഷരം സംസ്കൃതത്തിലുമില്ല, മലയാളത്തിലുമില്ല. ഇവിടെ ഫായാണ്. ഫ എന്നുള്ള അക്ഷരം ഉച്ചരിക്കാനായിട്ട് 2 ചുണ്ടുകളും മേൽചുണ്ടും കീഴ്ചുണ്ടും കൂട്ടിപ്പിടിച്ച് വായു ശക്തമായിട്ട് പുറത്തേക്ക് വിട്ടാൽ ഫ എന്ന് കിട്ടും. പുണ്യ ഫലപ്രദ എന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവൾ, അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ പുണ്യ ഫലപ്രദയായ മഹാദേവി നമ്മൾ ചെയ്തിട്ടുള്ള ഘോരമായ അപുണ്യങ്ങളെ ക്ഷമിച്ച് വീണ്ടും പുണ്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു വഴി നമുക്ക് കാണിച്ചു തരണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അതിനായി മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവിയേ നമഃ.